കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5:21 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു വഞ്ചിയിൽ മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായ്റോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെയും അടുത്തു പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചിലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ വിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കി കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു. ഗുരുവിനെ ഇനിയും എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്ന ഇടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികെ, എഴുന്നേൽക്കുക എന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്നത് വലിയ സന്ദേശമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനമുള്ളതാകാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ദൈവവചനം നമ്മെ ഈ വായനകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പരിചയമുണ്ടെങ്കിൽ ബൈബിൾ വായിച്ചവർക്ക് ബൈബിളിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ പഴിക്കരുത്. ദൈവത്തെ പഴിക്കരുത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ ചോദ്യം ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, അത് കൃത്യമായിട്ട് നമ്മളെ
ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ ഉപദേശിക്കാൻ പോകരുത്, ദൈവത്തെ പഴിക്കരുത്, ദൈവത്തെ ചോദ്യം ചെയ്യരുത്, ദൈവത്തിന് ഉപദേശം കൊടുക്കാൻ പോകരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്കാകപ്പാടെ എന്നാ ബ്രെയിനുണ്ട്, ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിന് മുമ്പിൽ ഇതെന്തെങ്കിലും ആണോ? എന്നാലും നമ്മൾ കമൻറ്റ് പറയുമ്പോഴത്തേക്കും പറഞ്ഞേക്കാം, ഇക്കാര്യത്തിൽ ദൈവം ചെയ്തൊന്നും ശരിയായിട്ടില്ല കേട്ടോ. ദൈവത്തിന് ഉപദേശം കൊടുക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പ്രഭാഷകൻ 39:17 മുതൽ വായിച്ചാൽ, എന്തുകൊണ്ട് എന്ന് നിൻ്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. മക്കൾക്കാണേലും ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ഒരു താക്കീതുണ്ട്. നിൻ്റെ മാതാപിതാക്കളോട് നീ എന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത്. അതുപോലെ തന്നെ ദൈവത്തോട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലെന്ന്. ഇനി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ആദ്യ വായനയിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. അനശ്വരതയ്ക്ക് വേണ്ടി, മരിക്കാൻ വേണ്ടി അല്ലെന്ന്, അനശ്വരതയ്ക്ക് വേണ്ടി. ഈ മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ മരണമാണ്. ഈ ആത്മാവിനൊരു വാസസ്ഥലമായിട്ട് ദൈവം ഉണ്ടാക്കിയതാണ് ശരീരം. പറയുന്നുണ്ട്, ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്. ആത്മാവ് മരിക്കാനല്ല ദൈവം ഉദ്ദേശിച്ചത്. ഇത് സാത്താന് മനസ്സിലായി. പറയുന്നുണ്ട്, അവനൊരു പദ്ധതി ഒരുക്കി. സാത്താൻ എന്ന് പറഞ്ഞാൽ ഇബ്ലീസ്, സാത്താൻ, ദൈവത്തിൻ്റെ എതിരാളി എന്ന. ദൈവം എന്തെല്ലാം ഭാവന കാണുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ, ആ ഉദ്ദേശങ്ങൾ തകർക്കാൻ നോക്കുക. അതാണ് സാത്താൻ്റെ പണി. ഇനി അവൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ? അവന് ഈ നിത്യതയിൽ നിന്നും മനുഷ്യൻ്റെ ആത്മാവിനെ മരണത്തിലേക്ക് നയിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പാപം ലോകത്തിലേക്ക് വന്ന് പാപത്തിലൂടെ മനുഷ്യൻ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇതിന് പരിഹാരമായിട്ടാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയച്ചതും മനുഷ്യകുലത്തെ നേടിയെടുക്കാനായിട്ട് അവൻ പരിശ്രമിച്ചത്. പറയുന്നുണ്ട്, നമ്മുടെ ഡെസ്റ്റിനി, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിത്യതയാണ്. ഇനി അതിനകത്തുനിന്ന് വ്യതിചലിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പാപം ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ദ്രോഹം വരുന്നതും മരണം സംഭവിക്കുന്നതും എന്ന കാര്യം നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം കാണാൻ സാധിക്കും. അതാണ് സഭാപ്രസംഗൻ 7-ാം അധ്യായത്തിൻ്റെ 29 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. സരളഹൃദയനായിട്ട്. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. ഈ ഒരു മാസക്കാലം മുഴുവൻ ഇന്നും കൂടെയുണ്ട് ഹൃദയം, തിരുഹൃദയം. അതിനകത്തെല്ലാം തിരുഹൃദയത്തെക്കുറിച്ചും ആ തിരുഹൃദയത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മുടെയൊക്കെ ഹൃദയം രൂപപ്പെടേണ്ടതിനെക്കുറിച്ചുമാണ് നാം ധ്യാനിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സരളഹൃദയനായിട്ട്. എങ്ങനെ ഈ ഹൃദയം വിരൂപമായി? അതാണ് മനുഷ്യൻ അവൻ്റെ തന്നെ പ്രവൃത്തി കൊണ്ട് അവൻ്റെ ഹൃദയം വിരൂപമാക്കിയതാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ച് അനുദപിച്ച് തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതാണ്. നാളെ ജൂലൈ 1-ാം തീയതി, ജൂലൈ മാസം മുഴുവൻ നമ്മൾ ഈ ആത്മീയ ഭോജ്യത്തിൽ ധ്യാനിക്കുന്നത് കുടുംബം, തിരുക്കുടുംബം. മദർ തെരേസ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ സന്തോഷവും സമാധാനവും കാണാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കുടുംബം നേരെയാക്കുക. ആദ്യം നിങ്ങൾ കുടുംബത്തിലേക്ക് എന്ന് കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകുക. അത് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് മദർ തെരേസ കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെയൊക്കെ ഹൃദയത്തെ നമ്മൾ തന്നെയാണ് വിരൂപമാക്കിയത്. സരള ഹൃദയം വിരൂപ ഹൃദയമാക്കി. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം.
മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ജെറമിയ 29:11 വചനം നമ്മളെ പഠിപ്പിക്കുക. അവിടെ പറഞ്ഞിട്ടുണ്ട്, ജെറമിയ 29:11, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സുഭാഷിതങ്ങൾ 14:12 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ശരിയെന്ന് നിനക്ക് തോന്നുന്നത് മരണത്തിലേക്ക് നിന്നെ നയിക്കുന്നതായിരിക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങൾ നമ്മൾ ഇതാണ് ശരി, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് നന്മയാകുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നീട് നമുക്കൊരു തിരിച്ചറിവ് വന്നില്ലേ വേണ്ടായിരുന്നെന്ന്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ്, ശരിയെന്ന് നിനക്ക് തോന്നുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ഈ ഒരു തിരിച്ചറിവുണ്ടായ പലരും, പ്രത്യേകിച്ച് പ്രേമ വിവാഹത്തിലേക്കൊക്കെ പോയിട്ട് പിന്നീട് ചില തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ട് ഇത് വിളിച്ചു പറഞ്ഞ നിരവധി ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എനിക്ക് തോന്നിയാൽ പോരാ ഇത് ശരിയാണെന്ന്, എനിക്ക് തോന്നിയാൽ പോരാ ഇത് നല്ലതാണെന്ന്. ദൈവം നല്ലതെന്ന് പറയുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മൾ തിരിച്ചറിയണം. അത് കല്യാണത്തിന് മുമ്പാണേലും ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണേലും മറ്റേത് കാര്യം ചെയ്യുന്നതിന് മുമ്പാണേലും പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് ആലോചന ചെയ്യണം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ പ്ലാനും പദ്ധതിയും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ. ഇന്നത്തെ 2ാം വായനയിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പൗലോസ്ലീഹ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സമ്പന്നരാകേണ്ടത് 2-3 പ്രധാനപ്പെട്ട മേഖലയിലാണ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം, ജ്ഞാനം, കാരുണ്യ പ്രവർത്തികൾ, ഇവിടെയൊക്കെയാണ് നമ്മൾ അഭിവൃദ്ധിപ്പെടേണ്ടത്. ഇക്കാര്യങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് കുറച്ചുകൂടെ സമ്പത്തുണ്ടായാൽ മതി, കുറച്ചുകൂടെ ആരോഗ്യം കിട്ടിയാൽ മതി, കുറച്ചുകൂടെ സൗന്ദര്യം വർദ്ധിച്ചാൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് ക്രിസ്ത്യാനികൾക്ക് ഭൂഷണമല്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മാത്രമല്ല പൗലോസ്ലീഹ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സർവശക്തനായ ദൈവം, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? ദരിദ്രനായി മാറി. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മദർ തെരേസ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവം ദരിദ്രനായി മാറി നമ്മെ സമ്പന്നരാക്കാൻ. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ദൈവം ദരിദ്രനായി മാറി. മത്തായിയുടെ സുവിശേഷം 5:3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്താണ് ഈ ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ? ആത്മീയ സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാർ. കോടികളുടെ ആസ്തി നമുക്കുണ്ടെങ്കിലും ആത്മീയ സമ്പത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥന ആസ്വദിക്കാൻ പറ്റുന്നില്ല, ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല, ഒരു കാരുണ്യ പ്രവൃത്തിയും ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർ കോടികളുടെ ആസ്തിയുള്ളവരാണെന്ന് പറഞ്ഞാലും ദരിദ്രരെന്ന് കർത്താവ് പറയും. ആത്മാവിൽ ദരിദ്രരെന്ന് പറഞ്ഞാൽ ആത്മീയ സമ്പത്തുള്ളവർ, അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരെന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല വിസ്മയകരമായ വിശ്വാസമുള്ളവർക്ക് ലഭിക്കാനിരിക്കുന്നത് അത്ഭുതകരമായ രോഗസൗഖ്യം. ജൈറോസിൻ്റെ മകളെന്നും കൊച്ചുമകളെന്നും പറഞ്ഞിട്ടുണ്ട്. ആരുമാകട്ടെ, രണ്ടും നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കേട്ടൊരു കാര്യമാണ്. ജൈറോസിൻ്റെ മകൾ രോഗം ബാധിച്ച് മരണാസന്നയായി കിടന്ന് അവൾക്ക് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ജൈറോസിനെ കാണാൻ പറ്റും. ഈ മനുഷ്യനുണ്ടായിരുന്ന ഒരു തീഷ്ണത, വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ദൈവമക്കളായതുകൊണ്ട്, ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിനേക്കാൾ താല്പര്യപൂർവ്വം കർത്താവ് നടത്തി തരും. ഇനി അത് നമുക്ക് വേണ്ടിയാണേലും മറ്റുള്ളവർക്ക് വേണ്ടിയാണേലും കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ വിശ്വാസപൂർവ്വം വരണം. പിന്നെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ വചനഭാഗം വായിച്ചിട്ട്, നമ്മളായിരുന്നു ജൈറോസിൻ്റെ ഭാഗത്തെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയപ്പം എങ്ങനെയായിരുന്നു അതിന് പ്രതികരണം? നമ്മൾ വേണേ കർത്താവിനെ പഴിച്ച്, ഞാൻ വന്നപ്പം വരുമായിരുന്നെങ്കിൽ എൻ്റെ കൊച്ച് ജീവിച്ചേനെ, കർത്താവിനെ പഴിച്ചും അങ്ങനെ
ദൈവത്തെ പഴിയാരിയൊക്കെ ജീവിച്ചെന്ന് വരും. ഈ ഹൃദയം വിരൂപമായതിൻ്റെ ഒരടയാളമാണ് ദൈവത്തെ പഴിക്കുന്നത്. ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുകയാണെങ്കിൽ, ജൈറോസിൻ്റെ ഹൃദയം പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ സംഭവിക്കത്തില്ല. ഇനി അങ്ങനെ ഒരു തിക്താനുഭവമുണ്ടായ വ്യക്തിയാണ് ദാവീദ്. അവൻ ദൈവത്തെ ഒന്നും പഴിച്ചില്ല. 7 ദിവസം നിലത്ത് കിടന്ന് ഉപവസിച്ച് തൻ്റെ മകൻ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ്. 7-ാം പൊക്കം മരിച്ചു. ഇനി അവിടെ പ്രതികരിക്കുകയല്ല ചെയ്തത്, അനുദപിക്കുകയാണ് ദാവീദ് ചെയ്തത്. ദാവീദ് പറഞ്ഞ എന്താ? ഞാനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, എൻ്റെ പാപം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാനാണ് അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരേണ്ടത്. ദാവീദ് ദൈവത്തിന് ഉപദേശം കൊടുത്തോ? ദാവീദ് ദൈവത്തെ ചോദ്യം ചെയ്തോ? ദാവീദ് ദൈവത്തെ പഴിച്ചോ? ഇല്ല. അതുകൊണ്ട് ദാവീദിനുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ, വിലാപകാലം കഴിഞ്ഞ് അവൻ ബത്ശബായെ പ്രാപിച്ചപ്പോൾ അവൾ വീണ്ടും ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരാൺകുഞ്ഞ്. അവനാണ് ലോകപ്രശസ്തനായ സോളമൻ. നമുക്ക് ഒരു നഷ്ടം വരുമ്പം അത് എടുക്കേണ്ട പോലെ എടുക്കണം. ഒരുപക്ഷെ നമുക്കൊരു രോഗമോ വേദനയോ നഷ്ടമോ സഹനമോ ദാരിദ്ര്യമോ ഇതൊക്കെ വരുമ്പം അനുതാപത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും എന്നുള്ളത് നാം തിരിച്ചറിയണം. 12 വർഷമായിട്ട് രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ കൈവശമുണ്ടായിരുന്നതെല്ലാം ട്രീറ്റ്മെൻറ്റിന് ചിലവാക്കി. അതുകൊണ്ട് വല്ല ഫലമുണ്ടായോ? ഒന്നുമില്ല. അവൾ പാപ്പരായി. അത്രേ ഉള്ളൂ സംഭവിച്ചുള്ളൂ. പക്ഷെ നമ്മൾ കാണുകയാണ്, അവൾക്കൊരു വിശ്വാസം വന്നു, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവമക്കളായതുകൊണ്ട് ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് നല്ലതാണ്. രോഗം വന്നാലും കറക്റ്റ് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ നമുക്ക് രോഗസൗഖ്യം കിട്ടാൻ എളുപ്പമുണ്ട്. കറക്റ്റ് ആളുടെ അടുത്ത് നമ്മളെ എത്തിക്കേണ്ടത് ദൈവമാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പം ദൈവത്തിങ്കിലേക്ക് തിരിയുകയല്ല ചെയ്യേണ്ടത്, ആദ്യം ദൈവത്തിങ്കിലേക്ക് തിരിയണം. അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിട്ടോളും. അങ്ങനെ പ്രാർത്ഥനയും അതുപോലെ തന്നെ വൈദ്യനെ ബഹുമാനിക്കാൻ ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പ്രഭാഷകൻ 38 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വൈദ്യന് അർഹമായ സ്ഥാനം കൊടുക്കുക, നിന്റെ രോഗം നിർണയിച്ച് നിന്നെ സുഖപ്പെടുത്താൻ ഞാനാണ് അവനെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിട്ട് ദൈവാനുഗ്രഹത്തോടു കൂടി ദൈവത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ അവിടെ അത് ഫലമുളവാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനും നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ഐശ്വര്യപ്രദമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുകയും ചെയ്യും.